ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ എന്താ പിന്നെ വേറെ ചെയ്യണ്ട്? നമുക്ക് വീഡിയോ എടുക്കണ്ടേ? വീഡിയോയാ? എന്ത് വീഡിയോ? ഒന്നും പറ്റൂല. എടാ ചെറുക്ക നമുക്ക് Q&A വീഡിയോ ചെയ്യണ്ടേ? കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാത്തേ ചോദിക്കണ്ട. 5 പേരാ ആരെങ്കിലും ആയിക്കോട്ടെ, ചോദിക്കുന്നില്ലേ? ചോദിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, എനിക്ക് നിന്നെ കുറിച്ച് പല സത്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും. എനിക്കും പലതും പറയാനുണ്ട്, അതുകൊണ്ടാ പറഞ്ഞ നമുക്ക് പോയി. അപ്പൊ തീരെ വേണ്ട. എന്നെ തള്ളിയോ നീ? ഏകദേശം ക്യാമറ ഒക്കെ ഓക്കെയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു 3-4 ദിവസം മുന്നേ നമ്മളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, Q&A വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നമുക്ക് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് ആൻസേഴ്സ് ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വൈകാതെ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് പോവല്ലേ? യെസ്. ഇത് വീഡിയോ എടുക്കാൻ കുറച്ച് പണിയാട്ടോ. പോസ്റ്റസ് കമ്മ്യൂണിറ്റി. നമുക്ക് അങ്ങനെ ഫസ്റ്റത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷാലു 7784 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് കമന്റ്സിന് റീപ്ലൈ ഇടാറുള്ളത് എന്നാണ്. അപ്പൊ ആരാണ് കമന്റ്സിന് റീപ്ലൈ ഇടാറ്? അത് രണ്ടുപേരും സമയം പോലെ ഇടാറുണ്ട്. രാഹുലേട്ടന് ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ മിക്കവാറും ഇടാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ വന്നു കഴിയുമ്പോൾ പുള്ളിയായിരിക്കും മിക്കവാറുള്ള കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളത്. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് നെഗറ്റീവ് കമന്റ്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് കമന്റ്സിന് എന്ന് പറയുകയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്. നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ നമ്മൾ അതിന് മാക്സിമം നെഗറ്റീവായിട്ട് പറയാറില്ല. ഓക്കെ ബ്രോ, താങ്ക്സ് ബ്രോ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇടാറാ ചെയ്യാറ്. നമ്മൾ നെഗറ്റീവ് നമ്മൾ അതിനധികം മൈൻഡേ ചെയ്യാറില്ല. കാരണം അത് മെയിൻറ്റെയിൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. എപ്പോൾ നോക്കിയാലും നമുക്ക് അതിനെ സമയം കിട്ടുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ ദളപതി വിജയ് പറഞ്ഞ പോലെ ഇഗ്നോർ പണ്ണുങ്ക, എല്ലാ വേലയും ഇഗ്നോർ പണിക്കിട്ട് ഉങ്ക വേലയെ മട്ടും പാത്തുക്കിട്ട് അപ്പടിയേ പോയിട്ടിരുങ്കയെന്ന് അറിയില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജോലി എന്താണോ അത് നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ വരെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലുള്ള ഉത്തരം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ചേച്ചിക്ക് മാരേജിന് മുന്നേയും കുക്കിംഗ് ഇതുപോലെ നന്നായി അറിയാമായിരുന്നു എന്നാണ്. நல்ல क्वेश्चन. யார பார்த்து என்ன கேக்குறீங்க? കുക്കിംഗാ ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ഒരാൾ തന്നെയാണ്. രീതിയിലൊന്നും അറിയില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാ. പിന്നെ യൂട്യൂബ് തന്നെ ഉണ്ടല്ലോ. യൂട്യൂബില് നീ സ്ഥിരം കാണുന്നത് ആരൊക്കെയാണ്? ഷാരു താത്ത, പിന്നെ ഷാലു കിച്ചണിന്റെ, പിന്നെ നമ്മുടെ എന്റെ കൂട്ടുകാരില്ലേ യൂട്യൂബിലത്തെ സുമീസ് കിച്ചൺ, അതൊക്കെയാണ് ഇവിടെ ഇരുന്ന് കാണാറുള്ളത്. ഓക്കെ, അതൊക്കെ നന്നായിട്ട് കാണാറുണ്ട്. പിന്നെ കുക്കിംഗ് പറഞ്ഞല്ലോ, കുഴപ്പമില്ല, നന്നായിട്ട് അറിയാനും ഒക്കെ ഉണ്ട് അവൾക്ക്. ഓക്കെ. എന്താ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലെ ഫുഡ് ഉണ്ടാക്കും, പുള്ളി എന്നൊരു അന്ന് വിട്ടില്ലേ ഇതെന്തെങ്കിലും ഫുഡ്. പക്ഷെ പലതും പല വ്യത്യാസങ്ങളുണ്ടാവും. കാരണം ആലപ്പുഴത്തെ ഓരോ ഫുഡിന്റെ പേര് ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡിന്റെ പേര് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ അത് നമുക്ക് പഠിച്ചു വരുമ്പോ ടേസ്റ്റിനും വ്യത്യാസങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുള്ളൂ എന്നുള്ളത് മാത്രം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോ. ഇനിയിപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന് നമുക്ക് പോവാം. ഇരിക്കാൻ അത്ര. എന്നാ പിന്നെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി ചോദിക്കാം. ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോ കേട്ടോ ആശാദിക്ക് ഒരു സമാധാനമായത്. കാരണം അവനെ കൊണ്ട് നിക്കാനേ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ ഇരിക്കാൻ. നന്നായി. രണ്ടാമത്തെ ചോദ്യങ്ങളല്ല, പിന്നെ ക്യൂട്ട് ഫാമിലി, സോ ഫാമിലി, സോ ക്യൂട്ട്. ചിരി നോക്ക്, നമ്മുടെ ഉന്നയിക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹായ് ഡിയർ സോ ക്യൂട്ട് ഫാമിലി. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ ചോദ്യം വന്നിരിക്കുന്നത് ദൃശ്യ എന്നുള്ള ഒരാളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ പ്ലേസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്ലേസ് ഏതാ? എന്റെ പ്ലേസ് ആലപ്പുഴയില് മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ. അതെ, ആലപ്പുഴയിൽ നിന്നും കെട്ടിക്കൊടുന്നാണ് ഈ മുതലിന്. അല്ല, എന്റെ പ്ലേസ് പറയാനുള്ളൂ അല്ലേ. എന്റെ പ്ലേസ് വരുന്നത് പാലക്കാട് പട്ടാമ്പിയില് ആമയൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, 2 പേരുടെ നെയിം എന്താന്നല്ലേ. നിന്റെ പേരെന്താ? സോറി, അല്ല എന്റെ പേരെന്താ ഈ പറഞ്ഞയ്യേ. എന്റെ പേര് സോണി എന്നാണ്. അതെ, സോണി എന്നും പറയും. പിന്നെ ഇവൾക്ക് സ്ക്രീൻ നെയിം തൃഷിക എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. അത് വേറെ പലർക്കും അറിയാത്തൊരു പേരാണ്. പിന്നെ എന്റെ പേര് രാഹുല്. ഓക്കെ, എന്റെ പേര് രാഹുല്. പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴേ
ഓക്കെ, ചേട്ടന്റെയും ചേച്ചിയുടെയും ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ചേട്ടന്റെ ഏജ് 30 ആയിട്ടുണ്ട്, ചേച്ചിയുടെ ഏജ് 32. സോറി 26. അപ്പൊ 26 ആണ് ചേച്ചിയുടെ ഏജ്. അങ്ങനെ കൂട്ടി പറയരുത് കേട്ടോ, എന്നെ കണ്ടാ 18 വയസ്സേ തോന്നിക്കത്. 18 ചോദിക്കില്ല, 10 വയസ്സൊക്കെ ചോദിക്കുന്നുള്ള ആൾക്കാര്. എന്നെ കണ്ടുകഴിഞ്ഞാൽ 40-50 വയസ്സും കൂടെ ചോദിക്കുന്നുണ്ട്. മോളാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോളാന്നല്ലേ ചോദിച്ചുള്ളൂ, പക്ഷേ എന്നോട് ചോദിക്കണേ ഇതിന്റെ അച്ഛനാണോന്നൊക്കെ ചോദിക്കണേ. അച്ഛൻ, അമ്മാവൻ, എന്തൊക്കെയാ വേറെ ചിറ്റപ്പൻ, മാമൻ, പല പേരും കിട്ടുന്നുണ്ട്. അതെന്താ വെച്ചാല് ഞാൻ എന്റെ പഴയ ഞങ്ങൾ പ്രേമിക്കുമ്പോ തമ്മിലുള്ള ഫോട്ടോസൊക്കെ കാണും. ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. പിന്നെ ആലപ്പുഴത്തെ കണ്ണി കണ്ട ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പൊ മനുഷ്യ അങ്ങനെ തടിച്ചത്. ഫുഡ് കഴിച്ചപ്പോ ശരീരം വെച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല. അടിപൊളി. പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഞാൻ +2 പാസ്സാണ്. താങ്കൾ? ഞാൻ TTC കഴിഞ്ഞു, കേട്ടിട്ട് കിട്ടി, ഇപ്പൊ PSCക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അതെ, ഒരു ടീച്ചർ ജോലി കിട്ടിയിട്ട് വേണം ഇവളെ വീട്ടിലിരുത്തിയിട്ട് എനിക്ക് എന്നെ വീട്ടിലിരുത്തിയിട്ട് ഇവൾക്ക് പണിക്ക് വിടാൻ. ഈശ്വര കയ്യിന്ന് പോവാണല്ലോ. ഒക്കെ വെയിറ്റിംഗ് ഫോർ യുവർ Q&A വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്രവീണ ഷിബിൻ ചോദിച്ചിട്ടുണ്ട്, മോന്റെ ഫുഡ് റൂട്ടീൻ എന്താണ്, ഇപ്പൊ എത്ര മന്ത് ആയി, വെയിറ്റ് എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതിനുള്ള ഉത്തരം പിതാവായ എനിക്ക് മനസ്സിലാവില്ല, മാതാവായ ഇവൾക്ക് മനസ്സിലാവും. കൈ ഒഴിഞ്ഞ കണ്ടില്ലേ? കണ്ടില്ലേ? പറഞ്ഞോളൂ. ഞാൻ ഫുഡ് റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവൻ കഴിക്കാറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയുടെ അതാണ് കൊടുക്കല്. പിന്നെ എന്താ നമ്മൾ കഴിക്കുന്നതൊക്കെ എന്ത് കിട്ടിയാലും ആന്നും പറഞ്ഞിരിക്കുന്ന ഇറക്കനാണ്. ഇപ്പൊ തന്നെ കയ്യിലൊരു പൂ വരുന്ന ആ പൂ വരുന്നാണ്ട് എനിക്ക് കിട്ടണം, ഞാൻ വാങ്ങിയിട്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എത്ര മന്തായി? അവനിപ്പോ 9 മന്ത് ആകാൻ പോകുന്നു. പിന്നെ അടുത്തത് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒരു 3.5 മാസം ആയിരുന്നപ്പോഴായിരുന്നോടാ നമ്മൾ കൊണ്ടുപോയത്. അതൊരു 3 നമ്മുടെ ഒരു കുത്തിവെപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ കുത്തിവെപ്പിന്റെ ടൈമിൽ ഞങ്ങൾ പോയിട്ടൊന്ന് വെയിറ്റ് നോക്കിയായിരുന്നു. അപ്പൊ 7 കിലോന്റെ അടുത്താണ് കണ്ടത്. ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഏകദേശം 2 കിലോ കൂടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങളിപ്പോ ഈ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്കാണ് ഞങ്ങൾക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രവീണ ഷിബിൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ. അടിച്ചു വരാണ്ട് കേട്ടോ. അല്ലാതെ ആദി അല്ല വീട് കാണണ്ടേ, ആളെ കാണണ്ടേ? എന്താ അടുത്ത ചോദ്യം സോറി. നിങ്ങളുടെ ഏജ് പിന്നെ ചേച്ചിയുടെ ബ്യൂട്ടി ടിപ്സ്. വീണ ബൈജു ആണ് ചോദിച്ചേക്കുന്ന ചോദ്യം. ഞങ്ങളുടെ ഏജ് നേരത്തെ പറഞ്ഞ പോലെ രാഹുലിന് 30, എനിക്ക് 26. പിന്നെ എന്റെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇവർക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് നല്ല ഭംഗിയും കോലമുള്ള കൂട്ടരായതുകൊണ്ട് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. അതാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കും. ഇല്ല, സത്യം പറയല്ലേ, ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒന്നും കൊണ്ടുപോകാത്ത ഒരു ജാതി മനുഷ്യനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ വീട്ടിൽ പോലും ഇവനുള്ള കാരണം എനിക്ക് സാധാരണ എന്റെ ലൈഫിൽ ഞാൻ കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നായിരുന്നു. അങ്ങനെ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല ഞാനിപ്പോ ഉള്ളത്. ഇതൊരു കുറ്റമായിട്ട് തന്നെ ഞാൻ പറയുന്നു. നാട്ടുകാരെ കേൾക്കുവിൻ, എന്നെ ബ്യൂട്ടി പാർലർ കൊണ്ടുപോകാറില്ല. അടുത്തത് കോംപ്ലിമെന്റ്. ബ്രദർ, യു ഷുഡ് ട്രൈ ഇൻ ഫിലിംസ് ആസ് ആൻ ആക്ടർ. യു ഹാവ് ദാറ്റ് ഫേസ് കട്ടെന്ന്. നീ മനസ്സിലാക്കിയാ മതി. കണ്ടില്ലേ, എന്നെ കാണാൻ സിനിമ നടനെ പോലെ കണ്ടെന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പിച്ചക്കാരന്റെ റോളായിരിക്കും. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ആദികേശവ് ആതിര എന്ന് പറയുന്ന ആളാണ് ചോദിച്ചേക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു +2 TTC. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് ചേട്ടന്റെ ജോബ്. ഇതിലിപ്പോ എന്റെ ജോബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ജ്വല്ലറി. സോറി കാല, ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജ്വല്ലറി സെയിൽസ്മാൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ ജോലി ഇല്ല, ഞാൻ റിസൈൻ ചെയ്തു. ഇനിയിപ്പോ പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതുവരെ യൂട്യൂബാണ് ശരണം. നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇവളുടെ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് TTC കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കേട്ടറ്റ് എഴുതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ PSCക്ക് LP UPന്റെ വിഭാഗത്തിൽ എഴുതാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതെ അതെ അതെ, എനിക്ക് ജോലി കിട്ടാൻ.
അപ്പോ അത് കഴിഞ്ഞു. പിന്നെ ചോദിച്ചേക്കുന്ന വീട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട് അതാരാ ചോദിക്കുന്നത്? ദർശു സുബി എന്ന് പറയുന്ന ആളാണ് ചോദിച്ചത്. വീട് വരുന്നത് പറഞ്ഞല്ലോ, ഞാൻ പട്ടാമ്പിയാണ്, ഇവള് മാവേലിക്കരയാണ്. പിന്നെ ഫേവറേറ്റ് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് വരുന്നത് എനിക്ക് ഇഷ്ടം പക്ക ട്രഡീഷണൽ ആണ് കേട്ടോ. ഞാൻ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് നമ്മുടെ മുണ്ടും വൈറ്റ് മുണ്ടും ഷർട്ടും. പക്ഷെ അത് നമുക്ക് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വല്ല അതെ അങ്ങനെ ഓരോ ഇതായിട്ട് ഉണ്ടാവില്ല. അതിന് പൂരം അങ്ങനെയൊക്കെ ഫെസ്റ്റിവലിനൊക്കെ മാത്രം ഇടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ കാഷ്വൽ ഇഷ്ടമാണ്. കാഷ്വൽ എനിക്ക് ചെക്ക് ഷർട്ട്സ് ആണ് ഇഷ്ടം കൂടുതൽ. പിന്നെ ജീൻസ് പാൻറ്റും. അത്രയാണ് എന്റെ ഇഷ്ടം. ഇനി ഇവളെ ഇഷ്ടം ശരിയാവില്ല, കുറച്ചേരം ഇരിക്കട്ടെ. എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇഷ്ടം. അത് എന്താ വല്ല മിഡി ടോപ്പ്, ഈ ഗൗൺസ് പോലുള്ള മാക്സി ഡ്രസ്സസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ്. അത് വീട്ടിലിടാനല്ലേ മാക്സി ഡ്രസ് എന്ന് പറഞ്ഞ മാക്സി പറഞ്ഞ എന്റെ അറിവില് മാക്സി ആണ്. അതല്ല, അത് ഞാൻ ഫ്ലിപ്കാർട്ട് എടുത്ത് കാണിച്ചു തരാം. മാക്സി ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉണ്ട്. മാക്സിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മാക്സി പറഞ്ഞ ഇതല്ലേ, പക്ഷെ ഫ്രോക്ക് പോലുള്ള ഡ്രസ്, ഗൗൺസ് പോലുള്ള ഉണ്ട്. വേണമെങ്കിൽ മിഡി ടോപ്പ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? ഉണ്ടോ അറിയില്ല. അപ്പൊ പിന്നെ മിണ്ടരുത്. ഓക്കെ, വാവയുടെ റിയൽ നെയിം ജിനുമോളാണ് ചോദിച്ചേക്കുന്നത്. വാവയുടെ റിയൽ നെയിം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ആദ്യം ഇടാൻ വെച്ചിരുന്ന പേര് പറഞ്ഞ പൃഥ്വിക എന്നായിരുന്നു. ഇവള് ഞങ്ങളെ എല്ലാരും പ്രതീക്ഷ എന്ന് പറയാന്നുണ്ടെങ്കിൽ, അതായത് എന്റെ ഇവളും പ്രതീക്ഷ എന്ന് പറയണമെങ്കിൽ പെൺകുട്ടിയായിരുന്നു കേട്ടോ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല, വയറൊക്കെ അധികം ഉണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടികൾ ആണെന്നുള്ള നമുക്ക് കൺഫർമേഷൻ പല ആളുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ ആ ടൈമിൽ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പൃഥ്വിക എന്നുള്ള പേര് ഇടാനായിട്ട് മനസ്സിൽ വെച്ചിരിക്കാൻ ടൈമിലാണ് സിസ്റ്റർ വന്നിട്ട് ഓപ്പറേഷൻ റൂം എന്ന് പറഞ്ഞത് ആൺകുട്ടിയാണ്. അപ്പൊ ആ കാ അങ്ങോട്ട് മാറ്റിയിട്ട് അതെ, അപ്പൊ പൃഥ്വിക്ക് ആക്കി ഞങ്ങള്. അപ്പൊ നമ്മുടെ പൃഥ്വൂട്ടന്റെ പേര് പൃഥ്വിക് എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കക്കൂസിൽ ഇരുന്ന് ചോദിക്കാം. അതല്ല, വേറെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ തംസീന സലീം എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആര്? തംസീന സലീം. ഓക്കെ, ചേച്ചി ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടന്റെ ജോലി. അത് നല്ലൊരു ചോദ്യം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് പല വീഡിയോ ഒക്കെ കാണാൻ നേരം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഏതെങ്കിലും ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെ ചേച്ചി എന്തെങ്കിലും ആൽബം സോങ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ട്. ഞാന് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും പറയാതിരിക്കുന്നത് അല്ലേ. അഭിനയിച്ചല്ലേ? ഏകദേശം എത്ര ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 2-3 ഷോർട്ട് ഫിലിം, പിന്നെ വെബ് കോമഡി കുറച്ച് ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് കോമഡി ഷോർട്ട് ഫിലിം ഒരു 2-3 എണ്ണം. അത് വെബ് കോമഡി എത്ര ഉണ്ടായിരുന്നു? 4 വെബ് കോമഡി ഉണ്ട്. അതില് 4 വെബ് കോമഡിയില് ഈ ലാസ്റ്റ് ചെയ്തത് മറ്റേ എന്താ കാർത്തിക് ശങ്കറല്ലേ? കാർത്തിക് ശങ്കർ ഒരു ചെറിയൊരു ഡയലോഗ് എന്തായിരുന്നു? എന്താണ് കാർത്തിക്കിന്റെ ഭാര്യ 3 മാസം ഗർഭിണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. കേട്ടപാടെ ഞാനിങ്ങ് പോകുന്നത് ആ സംഭവമായിരുന്നു ഡയലോഗ്. അത് കുറെ പേര് ഇങ്ങനെ കണ്ടിട്ട് ആ ചേച്ചി ആ കാർത്തിക് ശങ്കറിന്റെ അതിനകത്ത് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബം സോങ് കഴിഞ്ഞാല് അതൊരു 10 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് ഒരു യൂട്യൂബ് നടി. യൂട്യൂബിലെല്ലാം വന്നേക്കുന്നുണ്ട്. യൂട്യൂബ് നടിയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് കുഞ്ഞൊക്കെ ആവുന്ന ടൈം ആയപ്പോ പിന്നെ നമ്മൾ കുറെ ഒന്ന് നിർത്തി വെച്ചു. അപ്പൊ നമ്മള് പതിയെ യൂട്യൂബ് നമ്മുടെ ചാനൽ തന്നെ തുടങ്ങി. ഇനിയിപ്പോ പതിയെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അതാ എത്ര ഒരു മാങ്ങ എന്ത് പറഞ്ഞാലും ക്വസ്റ്റ്യൻ വെറുതെ കൊട്ടേഷൻ ക്വസ്റ്റ്യൻ ആക്കണ്ട. അവനാണ് കിറ്റിയുടെ കാമുകൻ. അല്ലാതെ അയ്യോ, അടുത്ത ചോദ്യം പറഞ്ഞ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാ അടുത്ത ആള് എന്തൊരു കഷ്ടമായിരുന്നു. അടുത്ത ആള് ചോദിച്ചേക്കുന്ന ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹസ്ന ഷാരി എന്ന് പറഞ്ഞിട്ട്, ചേച്ചി മുൻപ് ഏതെങ്കിലും സോങ്ങിൽ അഭിനയിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെയും ചേട്ടന്റെയും ജോലി എന്താ? ഹാർട്ട് ഓഫ് ബൻസൂരിയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട്. ജോലി പറഞ്ഞ പോലെ ഞാൻ ജോലി സെയിൽസ്മാൻ ആയിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യണില്ല. എനിക്ക് ജോബൊന്നുമില്ല. ജോലിയില്ല. അപ്പൊ തൽക്കാലം ഹൗസ് വൈഫ് ആൻഡ് കുട്ടി വൈഫാണ്. അതെ, അല്ല കുഞ്ഞു വൈഫ്.
അങ്ങനെയൊക്കെ പിന്നെ റംഷിദ് ചോദിച്ചേക്കുന്ന വീട് എവിടെയാന്ന് ചോദിച്ചു. വീട് പട്ടാമ്പി മാവേലിക്കര. പിന്നെ ബേബി റിയൽ നെയിം അത് നമ്മൾ പറഞ്ഞു പൃഥ്വിക് എന്നാണ്. അത് 2 പേര് ചോദിച്ചിട്ടുണ്ട്. രചനയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ BB2ED അങ്ങനെ പറഞ്ഞൊരു പേരില്ലാത്ത പിന്നെ ചേച്ചിയുടെ വീട് എവിടെയാന്ന് ഹസ്നാശാരി ചോദിച്ചു. വീട് ആലപ്പുഴ മാവേലിക്കരയാണ്. പിന്നെ FTTT എന്ന് പറഞ്ഞിട്ട് സഹറയോ ഓക്കെ ലവ് മാരേജ് ആണ്. അപ്പൊ നമ്മള് ലവ് മാരേജ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ നമ്മള് സത്യം പറഞ്ഞ ലവ് മാരേജ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാരും ഉത്തരം പറയാം. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് ആണ്. ഏകദേശം ഒരു 2 വർഷത്തെ പ്രേമമായിരുന്നു. കൊറോണ ടൈമിൽ തുടങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ കഥ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ആ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക ഏറ്റവും നല്ലത്. ഓക്കെ, അതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാ. കാരണം എന്താ അറിയോ, ഈ ക്യാമറ അധികം നേരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റായിട്ട് അത് പെട്ടെന്ന് ഓഫായി പോകും. ആ ടൈമിലൊന്ന് ഓഫായി പോയി. അപ്പൊ അതാണ് ഞങ്ങൾ പെട്ടെന്ന് മതി. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആർത്തി പണ്ടാരം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ Q&A ചോദ്യത്തിനുള്ള മറുപടികൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.